नमस्ते बच्चों। तो हम हमारे कक्षा की ओर चलते हैं। हमारा लेसन पूरा हो गया, तो वी विल स्टार्ट आवर रिविजन ऑल्सो वी विल स्टार्ट विद आवर संजय का फर्स्ट लेसन। आपको मालूम है उसका नाम क्या है? उसका नाम है गिल्लू। ये गिल्लू माने क्या है? गिल्लू एक गिलहरी है ना। तो किसका गिलहरी है? महादेवी वर्मा के गिलहരി है। വി വിൽ സ്റ്റാർട്ട്. മിസ്സ് പഠിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. മലയാളത്തിലാണ് പറഞ്ഞു തീർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കഥയാണ് അല്ലേ? സോ വിൽ ഗോ. सोन जूही में आज एक पीली कली लगी है। इसे देखकर अनायास उस छोटे जीव का स्मरण हो आया जो इस लद्दाखी सदन हरिदमा में चिपकर बैठता था और फिर मेरे निकट पहुंचते ही कंधे पर कूदकर मुझे चौंका देता था। तब मुझे कली की खोज रहती थी, पर आज उस लघु प्राण की खोज है। परंतु वह तो अब तक इस सोनजू की जड़ में मिट्टी होकर मिल गया होगा। कौन जाने स्वर्णिमा कली के बहाने वही मुझे चौंकाने ऊपर आ गया हो। अचानक एक दिन सवेरे कमरे से बरामदे में आकर मैंने देखा 2 कौवे एक गमले के चारों ओर चोंचों से चुआ चौवन जैसा खेल खेल रहे हैं। यह काकपुशुंडी भी एक विचित्र पक्षी है, एक साथ समाधारित, अनाधारित, अधि सम्मानित, अधि अवमानित। बच्चों, यहाँ गिल्लू के बारे में कथा ആരെക്കുറിച്ചാണ് പറയുന്നത്? ഗില്ലുവിനെ കുറിച്ചാണ് പറയുന്നത്. ഗില്ലു എന്ന് പറയുന്നത് ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ലേഖിക പറയുകയാണ്. അതും അവരുടെ ഓർമ്മയാണ് പറയുന്നത്. എന്താണ് സോൻ ജൂഹി? സോൻ ജൂഹി എന്ന് മിസ് പറഞ്ഞു. പവിഴമുല്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനമാണ് സോൻ ജൂഹി. അതിൽ ഇന്ന് എന്ത് പറ്റി? ഒരു പീലി രംഗ് കാ ഫൂൽ ഖിലാ ഹേ. ഒരു പീലി എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞ കളറിൽ കലി ലഗി ഹേ. കലി മുട്ട് പിടിച്ചു. അതിനെ ആ മുട്ട് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ലേഖികയ്ക്ക് മഹാദേവി വർമ്മക്ക് ആരുടെ ഓർമ്മ വന്നു? ഗില്ലുവിൻ്റെ ഓർമ്മ വന്നു. ആദ്യമൊക്കെ മഹാദേവി വർമ്മ പറയുന്ന ഇതാണ്, ഞാൻ ആ ചെടിയിൽ ചെന്ന് കലി മുട്ടിനെയാണ് നോക്കിയിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത്? ഗില്ലുവിനെയാണ് ഓർമ്മ വരുന്നത്. എന്താണ് ഓർമ്മ വരുന്നത്? ഈ ഇലകളുടെ ഇടയിൽ എവിടെയെങ്കിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. അതുമല്ല, ഞാൻ ഈ ചെടിയുടെ അടുത്തേക്ക് മുട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ ആ ചില്ലയിൽ മറിഞ്ഞിരിക്കുന്ന ഗില്ലു എന്ത് ചെയ്യും? എൻ്റെ കന്ധേ പർ കൂദ് ജാത്തെ ഹേ. എൻ്റെ ഷോൾഡറിലേക്ക് ചാടിക്കയറും, എന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തും. തബ് മുझे കലി की खोज रहती थी. ആ സമയത്തെല്ലാം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഞാൻ മുട്ടിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മുട്ട് വിരിഞ്ഞോ, മുട്ടുണ്ടോ, അടുത്ത പൂ പിടിക്കുമോ, എങ്ങനെയാണ് ഞാൻ നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കലി വന്നപ്പോൾ, മുട്ട് വന്നപ്പോൾ എനിക്ക് ആരെയാണ് അന്വേഷണം? ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ഗില്ലുവിനെയാണ്. ഇനി എങ്ങനെയാണ് ഗില്ലുവിനെ കിട്ടിയത്? അതിനെക്കുറിച്ചാണ് അടുത്ത് നോക്കി. परंतु वह तो अब तक इस सोनजूही की जड़ में मिट्टी होकर मिल गया होगा. ഇപ്പം എനിക്കറിയാം എൻ്റെ ഗില്ലു ഈ സോൻജൂഹിയുടെ ജഡെന്ന് പറയുന്ന വേരിൽ മണ്ണിനോട് മണ്ണായി തീർന്നു എന്ന്. അതായത് ഗില്ലു മരിച്ചുപോയി. അതിനെ കുഴിച്ചിട്ട് എവിടെയാണ്? ഈ സോൻജൂഹിയുടെ വേരിൻ്റെ അവിടെ തന്നെയാണ് അതിനെ കുഴിച്ചിട്ട്. ഇപ്പം അവന് മണ്ണോട് മണ്ണായി എന്ന് എനിക്ക് അറിയാം. ഒരു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ ഒരു സ്വർണ്ണ കമലായി, ഒരു സ്വർണ്ണ പുഷ്പമായി, സോൻജൂഹിയുടെ പുഷ്പമായി ഇപ്പം വിടർന്നതായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കിയേ, അചാനക് ഏക് ദിൻ സവേരെ. ഇനി അവനെ എങ്ങനെയാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഗംല എന്ന് പറയുന്ന പൂച്ചട്ടിയുടെ ചുറ്റും 2 കാക്കകൾ കിടന്ന് ചുവൻ എന്താണ് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കുത്തിപ്പറിക്കുന്നത് കണ്ടു. അതും ഈ കാക്കയെന്ന് പറയുന്നത് എന്തൊരു ജീവിയാണ്? ഒരു പ്രത്യേകതയാണ്. ചില സമയത്ത് നമ്മളിതിനെ ആദരവോടെ വിളിക്കും, ചില സമയത്ത് നമുക്കിത് ശല്യമായി തോന്നും, ചില സമയത്താണെങ്കിലോ ഇതിനെ നമ്മൾ ആട്ടി ഓടിക്കും. പല രീതിയിലാണ് ഇതിനെ പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലായിരുന്നു? ഒന്ന്, ശ്രാദ്ധ പക്ഷമേ, നമ്മുടെ പിതൃക്കൾ, മരിച്ചുപോയ ആൾക്കാരുടെ അവരുടെ ഒരു പ്രതിരൂപമായിട്ടാണ് ആരെ കാണുന്നത്? കാക്കയെ കാണുന്നത്. അപ്പോൾ ആ ശ്രാദ്ധ ദിവസങ്ങളിലെല്ലാം ആദരവോടുകൂടി നമ്മൾ അവരെ വിളിച്ചു വരുത്തി ഭക്ഷണം മൂട്ടി പറത്തുവിടും. എന്നാൽ ചില സമയത്തോ
ചില സമയത്ത് ഇത് വന്നിരുന്ന ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ചിലച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ പറയും അസുഖം വരുത്താനായിട്ട് വന്നിരിക്കുകയാണ്, ഓടിച്ച് കളയെന്ന് പറഞ്ഞ് അതിൻ്റെ ആ പരുക്കൻ ശബ്ദം നമുക്ക് അലോസരമായിട്ട് തോന്നും. എന്നാൽ ചില സമയത്ത് ഇത് ഒരു പ്രത്യേക രീതിയിൽ സൗണ്ട് ഉണ്ടാക്കും. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വീട്ടിൽ മുതിർന്നവർ പറയും, അതിൻ്റെ വാൽവശം നോക്കിക്കേ, അവിടെ നിന്ന് ആരോ വിരുന്നുകാർ വരുന്നുണ്ട് എന്ന് പറയും. അപ്പം ഈ 3 രീതിയിൽ ഒരു പ്രത്യേക വസ്തു തന്നെയാണ്, പ്രത്യേകമായിട്ടുള്ളൊരു പക്ഷി തന്നെയാണ് ആര്, ഈ കാക്കയെന്ന് പറയുന്നത്. ഒരേ സമയത്ത് അവനെ നമ്മൾ ആദരിക്കും, ആ സമയത്ത് തന്നെ അപമാനപ്പെടുത്തുകയും ചെയ്യും. ആദരിക്കുകയും ചെയ്യും, എന്താണ് ചെയ്യിക്കുന്നത്, അപമാനപ്പെടുത്തുകയും. സമ്മാനിത് കർത്താ ഹെ അനാദരിത് കർത്താ ഹെ. സമ്മാനിക്കുക ബഹുമാനിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മൾ വെറുപ്പോടുകൂടി നോക്കുകയും ചെയ്യും. നോക്കിയേ ഇനി അടുത്തത്, ഹമാരെ ബേചാരെ പുരക്കിനെ ഗരുഡ് के रूप में आ सकते हैं, ना मयूर के ना हंस के. उन्हें पितृपक्ष में हमसे कुछ पाने के लिए काग बनकर के अवतीर्ण होना पड़ता है. इतना ही नहीं, हमारे दोस्त प्रियजनों को भी अपने आने का मधु संदेश इनकी कर्कश स्वर में ही देना पड़ता है. दूसरी ओर हम कौवा और काव काव करने को अवमानना के अर्थ में ही प्रयुक्त करते हैं. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിതൃക്കൾ ശ്രാദ്ധപക്ഷമേ അവർ പക്ഷി ഗരുഡൻ്റെ രൂപത്തിലോ ഹംസത്തിൻ്റെ രൂപത്തിലോ ഒന്നുമല്ല വരുന്നത്, മറിച്ച് ആടെ രൂപത്തിലാണ് വരുന്നത്, കാക്കയുടെ രൂപത്തിലാണ് വരുന്നത്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സമ്മാനിക്കും, സമ്മാനത്തോടുകൂടി ആദരവ് കൊടുത്ത് സ്വീകരിക്കും, ഭക്ഷണം കൊടുക്കും. അതേസമയം ചില സമയം ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയും ദൂർ ബസേ ജനോങ്ക ആനേക്ക പ്രതീഹേ. എന്താണ്, ദൂരെ താമസിക്കുന്ന ആൾക്കാർ വിരുന്നായിട്ട് വരുന്നുണ്ട് എന്ന് പറയും. എന്നാൽ ചുമ്മാതെ വന്നിരുന്ന് വീടിന് പരിസരം കിടന്ന് ചുമ്മാ ചിലയ്ക്കും. അപ്പം നമുക്ക് ഇത് അപമാനമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അസുഖം വരുത്തുമെന്ന് പറഞ്ഞ് നമ്മളിതിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. मेरे काकापुराण के विवेचन में अचानक बाधा आ पड़ी, क्योंकि गमले और दीवार की संधि में छिपे एक छोटे से जीव पर मेरी दृष्टि रुक गई. निकट जाकर देखा गिलहरी का छोटा सा बच्चा है जो संभवतः घोंसले से गिर पड़ा है और अब कौवे जिसमें सुलभ आहार खोज रहे हैं. कागदोय की चोंचों को 2 खाव उसे लघुप्राण के लिए बहुत थे, अतः वह निश्चेष सा गमले से चिपटा पड़ा था. सबने कहा कौवे की चीज का खाव लगने के बाद यह बच नहीं सकता, अतः इसे ऐसे ही रहने दिया जाए. परंतु मन ही नहीं माना, उसे होले से उड़ाकर अपने कमरे में लाई, फिर रुई से रिक्त पोंछकर कावों पर पेंसिल का मरम लगाया. നോക്ക്, ഈ കാക്കപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ശ്രദ്ധ വീണ്ടും എങ്ങോട്ട് പോയി, ആ കാക്കകൾ തമ്മിൽ കൊത്തുന്ന ആ സാധനം എന്താണ്, ആ ദൃഷ്ടി എൻ്റെ ദൃഷ്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരു ചെറിയ പ്രാണി, അതിനെയാണ് ആര് കൊത്തുന്നത്, ഈ കാക്കദ്വയ 2 കാക്കകളും കൂടി കൊത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് എങ്ങനെയോ താഴെ വീണതാണ്. ആ ചെറിയ പ്രാണിയിൽ ഈ കാക്കകൾ തങ്ങളുടെ ആഹാരം കണ്ടെത്തിയിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കാക്കയുടെ ഒരു ചെറിയ കൊത്തുമതി അതിൻ്റെ ജീവൻ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓടിച്ചെന്ന് അതിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നു, കമരമേലായി എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഫിർ റൂയിസെ രക്ത പോഞ്ച് പിന്നെ പഞ്ഞിയെടുത്ത് എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ രക്തമെല്ലാം തുടച്ചു കളഞ്ഞു. പിന്നെയോ ഖാവുംബർ പെൻസിൽ കാ മരം ലഖായ. പിന്നെയോ മുറിവുകൾ, ഖാവെന്ന് പറയുന്ന മുറിവാണ്, മുറിവിലെല്ലാം എന്ത് ചെയ്തു, പെൻസിൽ എന്ന് പറഞ്ഞ മരുന്ന് അവിടെ എല്ലാം പുരട്ടി വെച്ചു. रूई की पतली बत्ती दूध से भिगोकर जैसे जैसे उसके नन्हे से मुंह में लगाई, पर मुंह खोल न सका और दूध की बूंद दोनों ओर ढुलक गई. പിന്നെയോ കുഞ്ഞു ജീവിയാണല്ലേ, കുഞ്ഞു ജീവിയാണ്, അതിന് എന്ത് വേണം, വെള്ളം അല്ലെങ്കിൽ പാല് വേണം. ഞാൻ എന്ത് ചെയ്തു, ഒരു പഞ്ഞിയെടുത്ത് തിരിപോലാക്കി, എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, പാലിൽ മുക്കി അതിൻ്റെ വായിലേക്ക് ഓരോ ചെറിയ ഡ്രോപ്സായിട്ട് ഇങ്ങനെ തൊട്ട് വെച്ചു കൊടുത്തു. പക്ഷേ ആദ്യമൊന്നും എന്ത് ചെയ്തില്ല, കാരണം അത്രയ്ക്ക് അവശനിലയിലായതുകൊണ്ട് അതിന് കണ്ണ് തുറക്കാനോ ആ പാല് കുടിക്കാനോ ഉള്ള ശക്തി ഇല്ലായിരുന്നു. कई खंडे के उपचार और उपरांत उसके मुंह में 1 बूंद पानी टपकाया जा सका. तीसरे दिन वह इतना अच्छा और अस्वस्थ हो गया कि मेरी उंगली अपने 2 नन्हे पंजों से पकड़कर नीले कांच के मोतियों जैसी आंखों से इधर उधर देखने लगी.
അപ്പം ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. ആദ്യമൊക്കെ ഒഴിക്കുന്ന എല്ലാം എന്താണ്, വായിൽ ചെന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറേ മണിക്കൂറുകൾ ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം അവസാനം ഒരു തുള്ളി അതിൻ്റെ വായിലേക്ക് ചെന്നു. അങ്ങനെ 3 ദിവസം എടുത്തു. 3-ാമത്തെ ദിവസം ഇതെന്ത് ചെയ്തു, പതുക്കെ തൻ്റെ നീല നിറത്തിലുള്ള കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്നു. മാത്രമല്ല അതിൻ്റെ ആ കുഞ്ഞ് പഞ്ചയ്ക്കകത്ത്, പഞ്ചയെന്ന് പറഞ്ഞാൽ കൈപ്പത്തി കേട്ടോ, അതിലേക്ക് എന്താകെ എൻ്റെ വിരലും കൂടെ അതിലോട്ട് ചേർത്ത് പിടിക്കുവാനൊക്കെ തുടങ്ങി. ശരീരമൊക്കെ ഒന്ന് കുറച്ച് അനക്കി അതിൻ്റെ ജീവൻ വന്ന പോലെ തോന്നി. മാത്രമല്ല തൻ്റെ ആ നീല കണ്ണുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുകയും ചെയ്തു. 3-4 मास में उसके स्निग्ध रोए, चब्बेदार पूंछ और चंचल चमकीली आंखें सबको विस्मित करने लगी. അങ്ങനെ ഒരു 3-4 മാസമായപ്പോഴത്തേക്കും ശരീരത്ത് നല്ല രോമങ്ങളൊക്കെ വന്നു, നല്ല വാല്, അണ്ണാൻ്റെ വാല് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, നല്ല ഭംഗിയല്ലേ, അതേപോലെ നല്ല ഭംഗിയുള്ള വാലൊക്കെ വന്നു. ചബ്ബേദാർ പൂഞ്ച് എന്നാണ് പറയുന്നത്, രോമം നിറഞ്ഞു നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാല്. ചഞ്ചൽ ചമക്കീലി ആക്കെ, പിന്നെ കണ്ണുകൾ എങ്ങനെയാണ്, നല്ല ചഞ്ചൽ, ഇങ്ങനെ വെട്ടുന്നത്, അതുപോലെ തന്നെ തിളക്കമുള്ള കണ്ണുകൾ. അതെല്ലാം മറ്റുള്ളവരെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായി മാറി കഴിഞ്ഞു. हमने उसकी जातिवाचक संज्ञा को व्यक्तिवाचक का रूप दे दिया और इस प्रकार हम उसे गिल्लू कहकर बुलाने लगे. मैंने फूल रखने की एक हल्की डलिया में रुई बिछाकर उसे तार से खिड़की पर लटका दिया. वह 2 वर्ष गिल्लू का घर रहा. वह स्वयं हिलाकर अपने घर में झूलता और अपनी कांच के मनकों से आंखों से कमरे के भीतर और खिड़की से बाहर न जाने क्या देखता समझता रहता, परंतु उसकी समझदारी और कार्यकलाप पर हम सबको आश्चर्य होता. അങ്ങനെ കുറേ നാളൂടെ കഴിഞ്ഞു. പിന്നെ ഇവനൊരു പേര് വെക്കണമല്ലോ, അതുകൊണ്ട് അവൻ്റെ ജാതിവാച ഗിൽഹരി എന്നുള്ള ആ ജാതിയുടെ പേര് ഞാൻ വ്യക്തിവാചകമാക്കി മാറ്റി, ഗില്ലു എന്ന് ഷോർട്ടാക്കി മാറ്റി. അങ്ങനെ ഞാൻ അവനെ ഗില്ലു എന്ന് വിളിക്കുവാനായിട്ട് തുടങ്ങി. മാത്രമല്ല അവന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, रूई से क्या बनाया, रूई बिछाकर एक डलिया में रूई बिछाकर उसके लिए एक घोंसला बना दिया. അവന് വേണ്ടിയിട്ട് ഒരു ഡലിയ എന്ന് പറയുന്ന ബാസ്ക്കറ്റിൽ പഞ്ഞിയൊക്കെ നിറച്ച് ഒരു മെത്ത പോലൊക്കെ ആക്കി അതിനെ എന്ത് ചെയ്തു, താർന്ന് വെച്ചാൽ കമ്പിയാണ്, കമ്പി കൊണ്ട് ജനലിൽ തൂക്കിയിട്ട് ഒരു ചെറിയ കൂടുണ്ടാക്കി അവനെ അവിടെ തൂക്കിയിട്ടു. പിന്നെയോ വഹ് 2 വർഷ ഗില്ലു കാ ഘർ, 2 വർഷം അത് അവൻ്റെ വീട് തന്നെയായിരുന്നു. वह स्वयं हिलाकर अपने घर में झूलता और अपनी कांच की मनकों से आंखों से कमरे के भीतर और खिड़की से देखा. പിന്നെന്താ, അവൻ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടും. അപ്പം താർസയാണ്, ഞാൻ പറഞ്ഞു കമ്പിയിലാണ് തൂക്കിയിട്ടേക്കുന്നത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടാം. പിന്നെയോ തൻ്റെ നല്ല ഭംഗിയുള്ള കണ്ണുകൾ കൊണ്ട് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അവൻ വീക്ഷിക്കുമായിരുന്നു. അതെല്ലാം പെട്ടെന്ന് അവന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റി. അപ്പം അവൻ്റെ ആ ഒരു അറിവിനെ എല്ലാവർക്കും വളരെ അത്ഭുതവും ആയിരുന്നു. ജബ് മേ में बैठी तब अपनी ओर मेरा ध्यान आकर्षित करने की उसे इतनी तीव्र इच्छा होती थी कि उसने एक अच्छा उपाय खोज निकाला. वह मेरे पैर तक आकर सर से पर्दे पर चढ़ जाता और फिर उसी तेजी से उतरता. उसका एक दौड़ना का क्रम तब तक चलता जब तक मैं उसे पकड़ने के लिए न उठती. कभी मैं गिल्लू को पकड़कर एक लंबे लिफाफे में इस प्रकार रख देती कि उसके अगले 2 पंजों और सिर के अतिरिक्त सारा लघुखाद लिफाफे के भीतर बंद रहता. इस अद्भुत स्थिति में कभी कभी खंडों में इस पर दीवार के सहारे खड़ा रहकर वह अपनी चमकीली आंखों से मेरा कार्यकलाप देखा. പിന്നെ ഇവൻ്റെ ഒരു സ്വഭാവം, ഞാൻ എഴുതാനിരിക്കുകയായിരിക്കും, ആ എഴുതാനിരിക്കുന്ന മുറിയിൽ വരും. പക്ഷേ ഞാൻ എഴുതുമ്പോൾ എന്താണ്, എൻ്റെ ശ്രദ്ധ വേറെ എങ്ങും പോകില്ല. പക്ഷേ ഈ ഗില്ലുവിന്, ലേഖികയുടെ മഹാദേവി വർമ്മയുടെ ശ്രദ്ധ ആരിലേക്ക് ആകർഷിക്കണം, ഗില്ലുവിലേക്ക് ആകർഷിക്കണം. അതിന് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യും. എന്ത് ചെയ്യും, അവിടെ ഒരു പർദ്ദ കിടപ്പുണ്ട്, അതായത് നമ്മുടെ കർട്ടൻ, ആ കർട്ടനിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് എന്താ ചെയ്യുക നോക്കിയേ, മേരാ ധ്യാൻ ആകർഷിക്കാൻ ഉസ്നെ തീവ്ര ഇച്ഛ ഹോത്തി ഉസ്നെ അവന് കണ്ടുപിടിച്ചൊരു ഉപായം ഇതായിരുന്നു. മേരെ പൈർ തക്ക് ആക്കർ സർസെ പർദ്ദേ പർ ചർച്ചാത്ത, എൻ്റെ കാലിൽ കൂടെ ഇങ്ങനെ കയറി വരും, എന്നിട്ട് തലയിൽ വന്നിട്ട് നേരെ ആ കർട്ടനിലേക്ക് ചാടിക്കയറും. വീണ്ടും അതേപോലെ തിരിച്ചും ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ശ്രദ്ധ തീർച്ചയായും അവനിലേക്ക് പോകും. അങ്ങനെ അവനിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവനെ അങ്ങ് പിടിച്ചിട്ട് ഒരു ലെമ്പേ ലിഫാഫ, ഒരു വലിയ കവർ അവിടെ ഇരിപ്പുണ്ട്, ആ കവറിലേക്ക് അവനെ ഇരുത്തും.
അതും എങ്ങനെയാണ്? അകലെ 2 पंजों और सिर के अतिरिक्त सारा लगा लिफाफे के अंदर. അവൻ്റെ മുകളിലത്തെ 2 കൈകളും പിന്നെയോ ഈ തലഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം ആ കവറിൻ്റെ അകത്തായിരിക്കും. അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിലിരുന്നുകൊണ്ട് അവൻ ഇങ്ങനെ എന്ത് ചെയ്യും? ഇനി എത്തി നോക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. മണിക്കൂറുകളോളം ഒന്നും അനങ്ങാതെ അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഭൂഖ് ലഗ്നെ പർ ചിക് ചിക് കർക്കെ മാനോ വഹ മുझे സൂചന ദേത്താ. പിന്നെയോ അവന് വിശക്കുവാണെങ്കിൽ ചിക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി എനിക്കതിൻ്റെ സൂചന തരും. കാജു യാ ബിസ്ക്കറ്റ് മിൽ ജാനെ പർ ഉസി സ്ഥിതി മേ ലിഫാഫെ സെ ബാഹർ വാലെ പഞ്ചോം സെ പക്കഡ് കർ ഉസേ കുദാർത്ത. പിന്നെയോ ഞാൻ അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവന് കൊടുക്കുന്ന എന്താണ്? കാജു എന്ന് പറയുന്നത് നമ്മുടെ നട്ട്സാണ്. പിന്നെ ബിസ്ക്കറ്റ്, ഇതൊക്കെ ഞാൻ കൊടുക്കുമ്പം ആ പൊസിഷനിൽ തന്നെ ഇരുന്നു കവറിൻ്റെ പുറത്തോട്ടുള്ള കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും? അവനിങ്ങനെ കാർന്നത് കഴിക്കും. फिर गिल्लू के जीवन का प्रथम बसंत आया. नीम चमेली के गंध मेरे कमरे में हौले हौले आने लगी. बाहर की गिलहरियाँ खिड़की की जाली के पास आकर चिक चिक करके न जाने क्या कहने लगी. गिल्ली को जाली के पास बैठकर अपनेपन से बाहर जागते देखकर मुझे लगा कि उसे मुक्त करना आवश्यक है. मैंने कीले निकालकर जाली का एक कोना खोल दिया और इस मार्ग से गिल्लू ने बाहर जाने पर सचमुच ही मुक्ति ही सांस ली. इतने छोटे जीव को घर में पले कुत्ते बिल्लियों से बचाना भी एक समस्या ही थी. आवश्यक कागज़ पत्रों के कारण मेरे बाहर जाने पर कमरा बंद ही रहती. मेरे कॉलेज के लौटने पर जैसे ही कमरा खोल गया और मैंने भीतर पर पैर रखा वैसे ही गिल्लू अपने जाली के द्वार से भीतर आकर मेरे पैर से सिर से पैर तक दौड़ लगाने लगा. तब से एक नित्य का क्रम हो गया. പിന്നെ എനിക്ക് മനസ്സിലായി അവൻ കുറച്ചുകൂടെ മെച്ചുവറായെന്ന്. കാരണം ഇപ്പം അവനെ അന്വേഷിച്ച് വേറെ ഗിൽഹരികൾ അണ്ണാനൊക്കെ വരുവാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല നീം ചമേലിക്ക് ഗന്ധ മേരെ കമരമേ ഹോലി ഹോനെ ലഗി. നീം എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, വേപ്പ്. ചമേലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈസ് മുല്ല തന്നെയാണ്. അതിൻ്റെയൊക്കെ മണം എൻ്റെ റൂമിലേക്ക് വരുവാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ എന്താണ്, വേറെ കൂട്ടുകാരുണ്ട്, പുറത്തുനിന്ന് കൂട്ടുകാർ വന്ന് ഇവനിത് കൊണ്ടു കൊടുക്കുന്നതാണ്. അതിൻ്റെയൊക്കെ മണമൊക്കെ വരാൻ തുടങ്ങി. മാത്രമല്ല മറ്റുള്ള അണ്ണാറക്കണ്ണന്മാർ പുറത്ത് വന്നിരുന്ന് ചിലയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? പുറത്തേക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവനെ എന്ത് ചെയ്യണം? മുക്ത് കർണാ ചാഹിയെ. ഈ കൂട്ടിൽ നിന്ന് അവനെ ഇന്ന് പുറത്ത് കടക്കാൻ അനുവദിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ കൂടിൻ്റെ 2 കീലേ നിക്കാൽക്കർ ജാലിക एक कोना खोल दिया. 2 കമ്പികൾ മാറ്റി അതിൻ്റെ വാതിലിങ്ങനെ തുറന്നു കൊടുത്തു. അപ്പോൾ അവൻ കൂട്ടുകാരുമായിട്ട് പുറത്തു പോയി കളിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഞാൻ രാവിലെയുള്ള സമയങ്ങൾ കൂടുതലും പുറത്ത് കോളേജിലൊക്കെ ആയിരിക്കും. ഞാൻ എപ്പോഴാണോ തിരിച്ചു വരുന്നത്, ഞാൻ എൻ്റെ റൂമിലേക്ക് എൻ്റെ കാലെടുത്ത് വെക്കുന്നത്, ആ നിമിഷം തന്നെ എവിടെയാണോ കളിക്കാൻ പോയിരിക്കുന്നത് അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഗില്ലു റൂമിലേക്ക് എത്തുമായിരുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുമായിരുന്നു. മാത്രമല്ല ഇതൊരു നിത്യസംഭവമായി മാറുകയും ചെയ്തു. എവിടെ പോയി കളിച്ചാലും ലേഖിക റൂമിലേക്ക് തിരിച്ചു വന്നാൽ ഗില്ലുവും ആ റൂമിൽ തിരിച്ചെത്തുമായിരുന്നു. मेरे कमरे से बाहर जाने पर गिल्लू भी खिड़की की खुली जाली के राव पर बाहर चला जाता और दिन भर गिलहरियों के झुंड का नेदा बना रहा. हर डाल पर उछलता कूदता रहता और ठीक 4 बजे वह खिड़की से भीतर आकर अपने चूल्हे में झूलने लगता. ഞാൻ എപ്പോഴാണോ പുറത്തോട്ട് പോകുന്ന ആ സമയത്ത് ഗില്ലുവും എന്ത് ചെയ്യും? ആ ജാലിയിൽ കൂടെ പുറത്തേക്ക് പോകും. എന്നിട്ട് അണ്ണാറക്കണ്ണന്മാരുടെ നേതാവായി അവിടെയൊക്കെ ഓടിച്ചാടി നടക്കും. 4 മണിക്ക് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഗില്ലുവും തിരിച്ച് റൂമിൽ എത്തുമായിരുന്നു. मुझे चौंकाने की इच्छा उसमें न जाने कब और कैसे उत्पन्न हो गई. कभी फूलदान की फूलों में छिप जाता, कभी पर्दे के चुन्नट में और कभी सोनजूही की पत्तियों में. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുക എന്നുള്ള അവൻ്റെ ഒരു സ്വഭാവമായിരുന്നു, എന്നെ ഒന്ന് ഞെട്ടിക്കുക. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? ഫൂൽദാൻ ഫ്ലവർ വേസിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കും. അല്ലെങ്കിലോ നമ്മുടെ കർട്ടൻ്റെ ചുന്നട്ടെന്ന് പറയുന്ന അതിൻ്റെ എൻഡിങ് ഭാഗം അവിടെ മറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ സോൻജൂഹിക്ക് പത്തേക്ക് ബീച്ച് മേയും, അല്ലെങ്കിൽ സോൻജൂഹി എന്ന് പറഞ്ഞ ചെടിയുടെ ഇലകളുടെ ഇടയിൽ പോയി മറിഞ്ഞിരിക്കുമായിരുന്നു. मेरे पास बहुत से पशु पक्षी है और उनका मुझसे लगाव भी कम नहीं है, परंतु उनमें से किसी को मेरे साथ मेरी थाली में खाने की हिम्मत हुई है.
ऐसा मुझे स्मरण नहीं आता। गिल्लू उसमें अबवा था। मैंने जैसे ही खाने के कमरे में पहुंचती, वह खिड़की के निकलकर आंगन की दीवार बरामदा पार करके मेज़ पर पहुंच जाता और मेरी थाली में बैठ जाना चाहता। बड़ी कठिनाई से मैंने उसे थाली के पास बैठना सिखाया, जहां बैठकर वह मेरी थाली में से एक एक चावल उठाकर बड़ी सफाई से खाता रहता। काजू उसका प्रिय खाद्य था और कई दिन काजू न मिलने पर वह अन्य खाने को चीज़ें या तो लेना बंद कर देता या चूल्हे से नीचे फेंक देता. പിന്നെ മഹാദേവി വർമ്മ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. മഹാദേവി വർമ്മയ്ക്ക് വേറെയും കുറേ പക്ഷിമൃഗാദികളുണ്ടായിരുന്നു. മഹാദേവി വർമ്മയുടെ ഒരു വളർത്തു മയിലുണ്ടായിരുന്നു. അവൻ്റെ പേര് നീലകണ്ഠൻ. ഒരു നല്ല പശു ഉണ്ടായിരുന്നു, ഘോര. അതിനെയൊക്കെ കുറിച്ച് മഹാദേവി വർമ്മ കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഒരു ലഗാവ്, ഇത്രയും ആത്മമായിട്ടുള്ള ഒരു ബന്ധം വേറെ ഒന്നിനോടും തോന്നിയിട്ടില്ല എന്നാണ് മഹാദേവി വർമ്മ പറയുന്നത്. അത്രയ്ക്ക് ലഗാവായിരുന്നു അവർ തമ്മിൽ, ഭയങ്കര ആത്മബന്ധമായിരുന്നു. അതുമാത്രമല്ല, വേറെ പക്ഷിമൃഗാദികളൊന്നും തന്നെ, പൂച്ച, അങ്ങനെയൊക്കെ കുറേ പക്ഷി മൃഗങ്ങളൊക്കെ വളർത്തുന്ന കൂട്ടത്തിലായിരുന്നു മഹാദേവി വർമ്മ. അവരാരും തന്നെ മഹാദേവി വർമ്മയുടെ കൂടെ വന്നിരുന്ന് അവരുടെ പാത്രത്തിൽ നിന്ന് ആഹാരമെടുത്ത് കഴിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? എപ്പോഴാണോ മഹാദേവി വർമ്മ ആഹാരം കഴിക്കുവാനായിട്ട് ഡൈനിങ് റൂമിലേക്ക് വരുന്നത്, ഇവൻ വരാന്തയൊക്കെ ആ മുറി കടന്നു വരും. പിന്നെ ഭിത്തി കടന്ന് വരാന്തയൊക്കെ കവർ ചെയ്ത് ആ ഡിന്നർ റൂമിൽ വരും. ആദ്യമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? മഹാദേവി വർമ്മയുടെ പ്ലേറ്റിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാനാണ് നോക്കിയിരുന്നത്. മഹാദേവി വർമ്മ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് അവനെ സൈഡിലിരുത്തിയാൻ പഠിപ്പിച്ചു. അതുമാത്രമല്ല, പ്ലേറ്റിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുവാനും പഠിപ്പിച്ചു. അതുകൊണ്ട് പിന്നീട് വളരെ വൃത്തിയായിട്ട് ഓരോ ചാവൽ, ഓരോ അരി അല്ലെങ്കിൽ ചോറ് എടുത്തെടുത്ത് മാത്രമേ കഴിക്കുകയുമുള്ളായിരുന്നു. പിന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമെന്ന് പറയുന്നത് കാജു ആണ്. ആ കാജു കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കഴിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്താൽ അതെന്ത് ചെയ്യും? കൂടയിൽ നിന്ന് താഴേക്ക് എറിയും. അങ്ങനെ ഒരു ഉറപ്പൻ സ്വഭാവവും അവൻ കാണിക്കുമായിരുന്നു. मेरी अवस्था में वह तकिए पर सिरहाने बैठ उसी बीच मुझे मोटर दुर्घटना में आहत होकर कुछ दिन अस्पताल में रहना पड़ा. उन दिनों जब मेरे कमरे का दरवाज़ा खोला जाता, जिल्लू अपने झूले से उतरकर दौड़ता और फिर किसी दूसरे को देकर उसी तेजी से अपने घोंसले में जा बैठता. सब उसे काजू दे आते, परंतु अस्पताल से लौटकर जब मैंने उसके चूल्हे की सफाई की तो उसमें काजू भरे मिले, जिनसे ज्ञात होता था कि वह उन दिनों अपना प्रिय खाद्य कितना कम खाता रहा. ഇങ്ങനെയുള്ളൊരവസരത്തിലാണ് ലേഖയ്ക്ക് എന്തുണ്ടാകുന്നത്? ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്ന. അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ഈ സമയത്ത് ആരെങ്കിലും ആ റൂമിൽ വരുവാണെങ്കിൽ ലേഖികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഗില്ലു ആ റൂമിലേക്ക് ചെല്ലും. മറ്റൊരാളെയാണ് കാണുന്നതെങ്കിൽ തിരിച്ചവൻ്റെ കൂട്ടിൽ പോയിരിക്കും. ഇവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ കാജു കൊടുത്തിട്ട് പോലും അതെല്ലാം എന്തുണ്ടായിരുന്നു? ഇവൻ കഴിക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് അവൻ്റെ ആ കൂട് വൃത്തിയാക്കുന്ന സമയത്താണ് ലേഖികയ്ക്ക് മനസ്സിലായത്, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നിട്ട് പോലും അവൻ ലേഖികയില്ലായിരുന്നതുകൊണ്ട് അത് കഴിച്ചില്ല. അതെല്ലാം ആ കൂട്ടിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. കഴിക്കാതെ വെച്ചിരിക്കും. വളരെ കുറച്ച് മാത്രമേ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. मेरी अस्वस्थता में वह तकिए पर सिरहाने बैठकर अपने नन्हे पंजों से मेरे सिर और बालों को इतने होले सहलाता रहता कि उसका हटना एक परिचारिका के हटने के समान लगा. പിന്നെയോ എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതും എങ്ങനെയാണ്? എൻ്റെ ഈ വിഷമം കണ്ടിട്ട്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്യും? തക്കിയ എന്ന് പറഞ്ഞാൽ പില്ലോയാണ്. തലയിണപ്പുറത്ത് വന്നിരുന്ന് സിർഹാനെ, തലയിൽ, ലേഖികയുടെ തലയിൽ തൻ്റെ ചെറിയ ആ പഞ്ചോംസ എന്ത് ചെയ്യും? ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു. അപ്പം അത്രയ്ക്ക് കെയറിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ആരോട്? നമ്മുടെ ലേഖികയോട്. അത് കണ്ടാൽ ഒരു നല്ല പരിചാരിക എങ്ങനെയാണോ തൻ്റെ യജമാനെ ശുശ്രൂഷിക്കുന്നത്, അതുപോലെയാണ് ആര് ചെയ്തത്? നമ്മുടെ ഗില്ലു ചെയ്തിരുന്നത്. അപ്പം അത്രയ്ക്ക് സ്വീറ്റായിട്ടുള്ളൊരു അണ്ണാറക്കണ്ണനായിരുന്നു ആര്? ഗില്ലു. അവനെ ആ ആപസ്ഥിതിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് ഇത്രയും വലുതാക്കിയതിൻ്റെ നന്ദിയും കടപ്പാടും ആ കൊച്ചുമൃഗം നന്നായിട്ട് ലേഖികയോട് കാണിക്കുന്നുണ്ടായിരുന്നു.
गर्मियों में जब मैं दोपहर में काम करती रहती तो गिल्लू न बाहर जाता न अपने चूल्हे में बैठता। उसने मेरे निकट रहने के साथ गर्मी से बचने का एक सर्वदा नया उपाय खोज निकाला था। वह मेरे पास रखी सुराही पर लेट जाता और इस प्रकार समीप ही रहता और ठंडक में भी रहता। ഇനി ചൂടുള്ള സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഗില്ലുവെ പുറത്തേക്ക് എങ്ങും പോവില്ല. അവൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. മാത്രമല്ല അവൻ്റെ ചൂട് അകറ്റുവാൻ വേണ്ടി അവനൊരു ഉപായവും കണ്ടുപിടിച്ചു. എന്താണ്? എൻ്റെ അടുത്ത് ഒരു സുരാഹി മീൻസ് കൂജയ്ക്ക് എപ്പോഴും തണുപ്പല്ലേ, ആ കൂജയിൽ കയറി അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കയറി വട്ടം കിടക്കും. അപ്പോൾ അവന് തണുപ്പും കിട്ടും, ലേഖികയുടെ അടുത്ത് എപ്പോഴും അവന് ഇരിക്കുവാനും സാധിക്കും. അപ്പം ആ ചൂടുള്ള സമയത്ത് മൊത്തം ലേഖികയുടെ ഉച്ച സമയത്ത് മൊത്തം ലേഖികയുടെ കൂടെ തന്നെയായിരുന്നു ആര്? ഗില്ലു. गिलहरियों के जीवन की अवधि 2 वर्ष से अधिक नहीं होती, अतः गिल्लू की जीवन यात्रा का अंत आ ही गया। दिन भर उसने न कुछ खाया न बाहर गया। रात में अंत की यातना में भी वह अपने चूल्हे से उतरकर मेरे बिस्तर पर आया और ठंडे पंजुम से मेरी वही उंगली पकड़कर हाथ से चिप गया जिसे उसने अपने बचपन के मरणासन्न स्थिति में पकड़ा था। അണ്ണാറക്കണ്ണന്മാരുടെ ജീവിതകാലം എന്ന് പറയുന്നത് 2 വർഷം, അതിൽ കൂടുതൽ അവർ ജീവിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗില്ലുവിൻ്റെയും മരണസമയം എത്തി. ഇപ്പം എന്താണ് മരണസമയത്തുമ്പോൾ നമ്മൾ പറയും ആഹാരം കഴിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും, ഓട്ടം ചാട്ടമൊക്കെ കുറവ്. അതേ അവസ്ഥയിലേക്ക് തന്നെ ഗില്ലു വന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, ആഹാരം കഴിക്കില്ല, എപ്പോഴും ഒരു സ്ഥലത്ത് മാറി ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. അതും ലേഖികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉംഗ്ലീസെ പകഡ്കർ ചിപ്കർ അതിലോട്ട് ഒട്ടിച്ചേർന്നിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ജിസെ ഉസെ അപ്നെ ബച്പൻ കാ സ്മരണാസന്ന സ്ഥിതി മേ പകടാ താ. എങ്ങനെയാണോ ആ കുഞ്ഞ് ലേഖയ്ക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, കാക്കകൾ കൊത്തി മരണാസന്നമായ സമയത്ത് ലേഖികയുടെ കയ്യിൽ ആ വിരലിൽ പിടിച്ച അതേ ഒരു പ്രതീതിയാണ് ഇന്നത് കാണിച്ചത്. पंजे इतने ठंडे हो रहे थे कि मैंने जाकर हीटर जलाया और उसे उष्णता देने का प्रयत्न किया, परंतु प्रभात की प्रथम किरण की स्पर्श के साथ ही वह किसी और जीवन में जगाने के लिए सो गया. പിന്നെ അവൻ്റെ ആ പഞ്ച, ആ കൈക്കുള്ളിൽ തണുപ്പ് വരുവാനായിട്ട് തുടങ്ങി. ഭയങ്കരമായിട്ട് ആ കൈ തണുക്കുവാൻ തുടങ്ങി. ആ ശരീരത്തിന് ചൂട് കൊടുക്കുന്നതിന് വേണ്ടി ലേഖിക എന്ത് ചെയ്തു? ഹീറ്ററൊക്കെ വെച്ച് നോക്കി. പക്ഷേ സൂര്യ ഉദിക്കുന്ന ആ പ്രഭാതത്തിൻ്റെ സമയമായപ്പോൾ ആദ്യത്തെ സൂര്യകിരണം ഭൂമിയിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ ചെറിയ ജീവി അവൻ്റെ പ്രാണൻ ഉപേക്ഷിച്ച് വേറെന്തിലോ ആത്മാവ് ചെന്ന് ചേരുന്നതിനായിട്ട് യാത്രയായി. അതായത് നമ്മുടെ ഗില്ലു മരിച്ചു. उसका चूल्हा उतार कर रख दिया गया है और खिड़की की जाली बंद कर दी गई, परंतु गिलहरियों की नई पीढ़ी जाली के उस पार चिक चिक करती ही रहती और सोनजूही पर बसंत आता ही रहता. ഞാൻ അവൻ്റെ കൂടെ അഴിച്ചു മാറ്റി വെച്ചു. അതുപോലെ ഞാൻ വിൻഡോയുടെ ആ ഒരു ജാലി ഇളക്കിയിരുന്നെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഞാൻ അടച്ചു വെച്ചു. ഇപ്പോഴും അപ്പുറത്തെ സൈഡിൽ വേറെ ഗിൽഹരി അണ്ണാറക്കണ്ണന്മാരുടെ പുതിയ തലമുറ വന്നിരുന്ന് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സോൻജൂഹിയിൽ പുതിയ വസന്തം, അതായത് വീണ്ടും അത് പൂക്കുകയും മുട്ടിടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരില്ല ഇവിടെ ലേഖികയുടെ പ്രിയപ്പെട്ട അണ്ണാറക്കണ്ണനായ ഗില്ലു മാത്രം ഇല്ല. सोनजूही की लता के नीचे गिल्लू की समाधि दी गई है, इसलिए भी कि उसे वह लता सबसे अधिक प्रिय थी, इसलिए भी कि उस लेखुखात का किसी बासंती दिन जूही के पीदाम छोटे फूल में खिल जाने का विश्वास मुझे संतोष देता है. ഞാൻ അവൻ്റെ ആ ചെറിയ ദേഹം അടക്കം ചെയ്തത് ഈ സോൻജൂഹിയുടെ വേരിലായിരുന്നു, അതിൻ്റെ താഴെയായിരുന്നു. കാരണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു ഈ സോൻജൂഹി. അതുമാത്രമല്ല, എൻ്റെ ഒരു വിശ്വാസം ഇതായിരുന്നു, ഇനിയൊരു ദിവസം എന്നെങ്കിലും ഇവൻ ഇതിലെ ഒരു പൂവായി വിടർന്ന് എന്നെ സന്തോഷിപ്പിക്കുവാൻ വരും. അപ്പം മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ലെസൺ തീർന്നു. നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നമ്മുടെ ലെസൻ്റെ പേര്? ഗില്ലു എന്ന് പറഞ്ഞ അണ്ണാറക്കണ്ണൻ്റെ കഥയാണ്. ഇതുപോലെയാണ് നമ്മൾ ഏത് പക്ഷിയാട്ടെ മൃഗമാട്ടെ എന്തിനെയാണെങ്കിലും നമ്മൾ സ്നേഹിച്ചാൽ അത് തിരിച്ചതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കും. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ടാവുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കുക. ഓക്കെ, ധന്യവാദ്.